സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് പാകിസ്ഥാന്റെ ഭീഷണി. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞു. പിന്നാലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി. അതേസമയം ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സമ്പർക്കത്തിലാണെന്ന് പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ കശ്മീർ തർക്കത്തോട് ചേർത്ത് വ്യാഖ്യാനിച്ചു. മോശം ആക്രമണമാണ് ഇത്തവണ നടന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ ഇന്നലെ രാത്രിയും 2 ഭീകരരുടെ വീടുകൾ കശ്മീരിൽ തകർത്തു. പുൽവാമയിലാണ് അഹ്സാൻ ഉൽ ഹഖ്, ഹാരി അഹമ്മദ് എന്നിവരുടെ വീടുകൾ തകർത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് വിവരവും അന്വേഷണവും പാകിസ്ഥാന്റെ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും ലോക നേതാക്കളോട് വിശദീകരിച്ചിട്ടുണ്ട്. കശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷ അവലോകനം ചെയ്യാൻ സൈന്യം തീരുമാനിച്ചു. അമർനാഥ് യാത്ര നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. രാജ്യത്തെ വിനോദസഞ്ചാര മേഖല സുരക്ഷിതമെന്ന വിദേശ രാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള യാത്ര തടയുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകരുതെന്ന് രാജ്യങ്ങളോട് ഇന്ത്യ അഭ്യർത്ഥിച്ചു. അമേരിക്കയും ബ്രിട്ടനും മാർഗനിർദ്ദേശങ്ങൾ നൽകിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ അഭ്യർത്ഥന. അതേസമയം പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് സ്ഫോടനമുണ്ടായത്. 10 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലാണ് സ്ഫോടനം നടന്നത്. സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോൾ സഹായത്തോടെ IED ഉപയോഗിച്ചാണ് തകർത്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കശ്മീരികളായ 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടവും തകർത്തു. ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് വ്യാഴാഴ്ച രാത്രി തകർത്തത്. സ്ഫോടനത്തിലാണ് വീടുകൾ തകർത്തതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാം ആക്രമണത്തിനു പിന്നാലെ ഭീകരരുടെ കുടുംബങ്ങൾ വീടുകൾ ഒഴിഞ്ഞുപോയിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ഭീകരർക്കെതിരെ കടുത്ത പ്രതിഷേധം സമീപവാസികളിൽ നിന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ നീക്കം. ദക്ഷിണ കശ്മീരിലെ പുൽവാമയിലെ ത്രാലിലും അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിലുമുള്ള 2 വീടുകളാണ് തകർത്തതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. തദ്ദേശീയരായ 2 തീവ്രവാദികളുടേതടക്കമുള്ളവരുടെ രേഖാചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു. 5 പേരാണ് ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 2018-ൽ വാഗ അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത ആദിൽ ഹുസൈൻ തോക്കർ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തിരിച്ചെത്തും മുൻപ് തീവ്രവാദ പരിശീലനം നേടിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരരുടെ ഗൈഡായും ഇയാൾ പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.